സർ, തങ്കമണി പഴയതാർക്കെങ്കിലും മറന്നുപോയോ? തങ്കമണി സംഭവത്തെ തുടർന്നുണ്ടായിട്ടുള്ള കാര്യങ്ങൾ, സംസ്ഥാന യുവജനോത്സവത്തിൻ്റെ വേദിയിലേക്ക് കടന്നു കയറി ലൈറ്റ് ഓഫ് ചെയ്തില്ല എന്ന കാര്യം പറഞ്ഞ് അന്ന് നടത്തിയിട്ടുള്ള പരാക്രമങ്ങൾ, പോലീസുകാർ നടത്തിയിട്ടുള്ള പരാക്രമങ്ങൾ എത്രയാണ് സർ? കീമാട് അന്ധവിദ്യാലയത്തിൽ കയറി കണ്ണ് കാണാൻ കഴിയാത്ത കുട്ടികളോട് കാണിച്ചിട്ടുള്ള പരാക്രമങ്ങൾ എത്രയാണ് സർ? അതിനെല്ലാം ആരായിരുന്നു, ഏത് കാലത്താണ് ചെയ്തത് എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതായി വരില്ലേ സാർ? തീർച്ചയായും അത്തരം സന്ദർഭങ്ങളിൽ അതിന് ഉത്തരവാദികളായ ആളുകളെ, അത്തരം ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് UDF സ്വീകരിച്ചതെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അത്തരം ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ നടപടി സ്വീകരിക്കാനും ആവശ്യമായി വന്നാൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പിരിച്ചുവിടുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കാനും മടി കാണിച്ചിട്ടില്ല എന്നതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് സാർ. അതുകൊണ്ട് ആ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഒരുപാട് പറയേണ്ടി വരും സാർ. ആന്റണിയുടെ കാലത്താണ് ശിവഗിരിയിൽ സന്യാസിമാരുടെ തലയടിച്ചു പൊട്ടിച്ചതാണ് ആരാണ് സാർ? പാവങ്ങളായ സന്യാസിമാരോട് ക്രൂരകൃത്യം കാണിക്കാൻ എന്തായിരുന്നു സാർ അതിന് കാര്യം? അവിടെ കടന്നു കയറി അവർക്ക് നേരെ അവരെ സന്യാസിമാർ പുറത്തിറങ്ങി എന്തെങ്കിലും കലാപത്തിന് ഇറങ്ങിയവരാണോ സാർ? കലാപകാരികളെ നേരിടുന്ന രീതിയിൽ അവർക്ക് നേരെയുള്ള പരാക്രമങ്ങൾ കാണിക്കേണ്ടതുണ്ടോ സാർ? അത് നടത്തിയിട്ടുള്ളത് നമുക്കാർക്കും മറിയാൻ കഴിയുന്ന കാര്യമല്ല. മറ്റിപ്പോൾ ആരാണ് കുറ്റവാളി എന്ന് കണ്ടാൽ അവരുടെ പദവിയോ അവരുടെ സ്ഥാനമാനങ്ങളോ അവരെ കലാരംഗത്തെ പ്രതിഭകളോ മറ്റേതെങ്കിലും രംഗത്തുള്ള പ്രധാനികളോ അല്ലെങ്കിൽ ഏതെങ്കിലും മതമേധാവികളോ ആണെങ്കിൽ പോലും അവരുടെയൊക്കെ തന്നെ പേരിൽ നടപടി സ്വീകരിക്കാൻ മടിക്കാത്ത ഒരു നിലപാടാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഏറ്റവും മികച്ച പോലീസിനുള്ള ഇവിടെ എല്ലാവർക്കും അറിയാം, സമാധാനപരമായ ജീവിതം കേരളത്തിലൊപ്പം ഇന്ത്യയിൽ സർ, UP-യിൽ ഗുജറാത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അതിക്രമങ്ങളുടെയും അവിടെ ആ പോലീസുകാർക്ക് അത് നിയന്ത്രിക്കാൻ കഴിയാത്തതിൻ്റെയും കണക്കുകൾ നമ്മുടെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയല്ലേ? കേരളത്തിൽ അത്തരമൊരു സാഹചര്യത്തിൽ സമാധാനപരമായ ജീവിതം ഉറപ്പാക്കാൻ കഴിയുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഈ പുഴുക്കുത്തുകൾ എവിടെ ഉണ്ടായാലും